ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ടു ഡേ 2 ഇൻ പോണ്ടിച്ചേരി. അപ്പോൾ നമ്മളുള്ളത് പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരിയിൽ ഫ്രാങ്കോ തമിഴ് റിസോർട്ട്സിലാണുള്ളത്. ഇപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ ഇവിടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കോണ്ടിനെൻ്റൽ ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, സാമ്പാർ, പൂരി അതുപോലത്തെ ഐറ്റംസും ഉണ്ട്. യമ്മി. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ ഇതിൻ്റെ പുറത്തും അടിപൊളിയാണ് കേട്ടോ. അതായത് പോണ്ടിച്ചേരിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ അടിപൊളി റിസോർട്ടാണിത്. പുറത്തൊരു റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷൻ്റെ ബാക്കിലേക്കാണ് റൂംസ്. നല്ല സ്പേഷ്യസ് റൂംസ് ആണ്. അതുപോലെ തന്നെ ഔട്ടർ ഏരിയാസും കുറേ ഉണ്ട്. പിന്നെ കിഡ്സ് പ്ലേ ഏരിയ, പൂള് അതുപോലത്തെ അമ്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ അവിടേക്ക് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ആർക്കിടെക്ചർ അടിപൊളിയാണ് കേട്ടോ. കേരള ആർക്കിടെക്ചറാണ്. സ്റ്റാഫും കൂടുതലും മലയാളീസാണ്. അപ്പോൾ ഇതാണ് ഫ്രാങ്കോ തമിഴ് വില്ലാസിൻ്റെ ഒരു ലോൺ ഏരിയ. എൻ്റെ ബാക്കിൽ ആ കാണുന്നതാണ് റിസപ്ഷൻ. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക്, 2 സൈഡിലേക്കായിട്ട് ബാക്കിലേക്കാണ് റൂംസ്. പിന്നെ ഈ ക്യാമറ എടുക്കുന്നതിൻ്റെ ബാക്കിലായിട്ടാണ് റിസപ്ഷൻ. അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. ആ ഏരിയയിലാണ് പിള്ളേർക്ക് വേണ്ട ആക്ടിവിറ്റീസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നല്ല രസമാട്ടോ. അത് കയറി വരാനായിട്ടൊരു ചെറിയ പടിപ്പുര പോലെയൊക്കെ ഉണ്ട്. മരം വെച്ചുണ്ടാക്കിയേക്കണ ഒരു പടിപ്പുര പോലെയുണ്ട്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനാണെങ്കിൽ ഒരു വേസ്റ്റൊക്കെ വെച്ചിരിക്കുന്നത് ഈ മരം കൊണ്ടുണ്ടാക്കിയ ടൈപ്പ് വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ടിട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇവർ ഒരു കേരള ആർക്കിടെക്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതലും സാധനങ്ങൾ നല്ല കളർഫുള്ളാക്കിയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഒരു ഡിം യെല്ലോ കളറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടേക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് ബാക്ക് സൈഡിലായിട്ടാണ് സ്വിമ്മിംഗ് പൂള് വരുന്നത്. സൈഡിലൊരു കിഡ്സ് പൂളും ഉണ്ട്, പിന്നെ ഒരു മെയിൻ പൂളും ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ചേഞ്ചിങ് റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ഒരു 4 ഷവറും ഉണ്ട്. വൈഷുവിന് ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഇനി പോണ്ടിച്ചേരിയിലേക്ക് പോകുന്ന കാരണം ഇപ്പോൾ ഇറക്കാൻ പറ്റില്ല. ഈ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. ഇതിൻ്റെ 2ൻ്റെയും പാർക്കിംഗ് ഒരേ കോമ്പൗണ്ടിലാണ്. അത് മാത്രമല്ല, പോണ്ടിച്ചേരിയിലെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള വൈറ്റ് ടൗൺ, പിന്നെ ബാക്കിയെല്ലാ ബീച്ചുകളും അതെല്ലാം ഇവിടെ നിന്ന് അടുത്താണ്. മേക്ക് മൈ ട്രിപ്പിലും അഗോഡയിലും booking.com ഈ റിസോർട്ട് അവൈലബിൾ ആണ്. പക്ഷേ booking.com വഴി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം booking.com ആണ് ഇവർ നേരിട്ട് ചെയ്യുന്നത്. ബാക്കി രണ്ടിലും ചിലപ്പോൾ ക്യാൻസലായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അത് ഡിമാൻഡ് സപ്ലൈ ബേസിസിൽ അവർ മാറ്റിക്കൊണ്ടിരിക്കും. വീക്ക് ഡേയ്സിലാണെങ്കിൽ കുറവായിരിക്കും, വീക്കെൻഡ്സിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.